അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹാദരണീയരായ നമ്മുടെ ഈ വേദിയിലെ ബഹുമാന്യ പണ്ഡിതന്മാർ, ഈ അതിയായ ചൂട് സമയത്തും വളരെ ക്ഷമയോടുകൂടി ശംസുലമായുടെ ലോകം എന്ന ഈ സെമിനാർ ധന്യമാക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട പ്രാസ്ഥാനിക പ്രവർത്തകരെ, നേതാക്കളെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഭക്ഷണത്തിന്റെ സമയമായി എല്ലാവരും കൂടുതൽ പ്രതീക്ഷിക്കുന്നതായിരിക്കും എന്നതുകൊണ്ട് തന്നെ വളരെ ദീർഘിപ്പിക്കാതെ എന്റെ വിഷയം അഥവാ ശരീഅത്തുമായി ബന്ധപ്പെട്ട സേവനങ്ങളും വിശാലമായി പറയാൻ സമയമില്ലെങ്കിലും വളരെ ചുരുക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കടമ നിർവഹിക്കുകയാണ്. നമുക്ക് ആദർശം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ശരീഅത്ത് സംവാദ കാലഘട്ടത്തിൽ ബിദഈ പ്രസ്ഥാനക്കാരുമായി വേദി പങ്കിട്ടു എന്നതാണ്. ശംസുൽ ഉലമ ചെയ്ത ഏറ്റവും വലിയൊരു പാതകം അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ അവർ അവതരിപ്പിച്ചു. എന്റെ പ്രായത്തിലും അതിന് താഴെയുമുള്ള ആളുകൾ, വളരെ ചെറുപ്പക്കാരായ ആളുകൾ, ശംസുൽ ഉലമയുടെ പാദത്തിനടിയിലെ മണ്ണാകാൻ യോഗ്യതയില്ലാത്ത ആളുകൾ കവലകളിൽ വേദി കിട്ടി ആ മഹാപണ്ഡിതനെ അതിരൂക്ഷമായ തരത്തിൽ വിമർശിച്ചു. ആദർശം നഷ്ടപ്പെട്ടു. ഈ പ്രസംഗിക്കുന്നവനാണ് ആദർശമെന്ന് തോന്നത്തക്ക രീതിയിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും വേദി കെട്ടി പ്രസംഗിക്കുകയും അതിന് അവർ നല്ല പ്രചരണം കൊടുക്കുകയും ചെയ്തു. ശംസുൽ ഉലമക്കൊരു തുറന്ന കത്ത് വരെ എഴുതി. ആ മഹാനുഭാവന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി, ആദർശം നഷ്ടപ്പെട്ടു പോയി എന്ന് പരസ്യമായി പ്രചരിപ്പിച്ചു. വളരെ ഗ്രാസ്റൂട്ടിൽ നിന്ന് പറഞ്ഞു കൊണ്ടുവരേണ്ട വിഷയമാണ്. സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഞാൻ ചുരുക്കുന്നത്. വളരെ ഗൗരവത്തോടുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. 1984 കാലഘട്ടത്തിലുണ്ടായ ആ പ്രശ്നം 89 അത് രൂക്ഷമായി. ഈ വിഭാഗം ആളുകളെ സമത്തിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ അവരതിന് പ്രധാനമായൊരു കാരണം പറഞ്ഞതും എഴുതിയതും. അവരെഴുതി വെച്ച പുസ്തകങ്ങളുണ്ട്, അവരുടെ പത്രത്തിന്റെ പതിപ്പുകളുണ്ട്, അവരുടെ പ്രസംഗത്തിന്റെ ഓഡിയോകളുണ്ട് നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ. ഇന്നും അവർക്ക് നിഷേധിക്കാൻ കഴിയാത്ത വിധം ശംസുൽ ഉലമയെ വിമർശിച്ചത് ഈ സമൂഹത്തിന്റെ ഒരു പ്രശ്നം വന്നപ്പോൾ പൊതുധാരയിൽ എല്ലാവരെയും ഒന്നിച്ചു നിർത്തി എന്നതാണ്. എന്നാൽ മഹാനായ ശംസുൽ ഉലമ ചെയ്ത പ്രവർത്തനമോ? സമത്വ കേരള ജമിയത്തുലമയുടെ കൃത്യമായ ഭരണഘടനയിൽ 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രചരണവും ബിദഈ പ്രതിരോധവും മതവിഭാഗവും പറഞ്ഞിട്ട് സമത്വ പറയുന്ന പ്രധാനപ്പെട്ടതിന്റെ ഭരണഘടനയിലെ ഒരു ഖണ്ഡിക, ഒരാശയം, 5 ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് സമത്വ കേരള ജമിയത്തുലമയുടെ ഭരണഘടന എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ കൃത്യമായി വിശദീകരിക്കുന്നു മുസ്ലിം സാമുദായികവുമായ അവകാശ അധികാരം സംരക്ഷിക്കുക. അത് സമത്വയുടെ മുഖ്യ ലക്ഷ്യമാണ്. ആ മുഖ്യ ലക്ഷ്യമായി സമത്വ കേരള ജമിയത്തുലമയുടെ ഭരണഘടനയിൽ അത് സൂചിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഈ വാചകം മഹാപണ്ഡിതന്മാർ ദീർഘദൃഷ്ടിയോടുകൂടി എഴുതി വെച്ചപ്പോൾ തന്നെ അവരെഴുതിയ വാചകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും. മുസ്ലിം സമുദായത്തിന്റെ മതപരവും സാമുദായികവും. മതപരം എന്ന് പറഞ്ഞിട്ട് പിന്നെ സാമുദായികം എന്ന് പറയേണ്ട കാര്യം? അപ്പോൾ സമുദായം, നമുക്ക് സാമുദായികമായ ചില പ്രശ്നങ്ങളുണ്ടാവും. മതപരമായി നമ്മുടെ ആദർശത്തിൽ അടിയുറച്ചു തന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തെ മാത്രം നമ്മൾ ലാക്കാക്കുമ്പോൾ സാമുദായികം എന്ന് പറയുന്നൊരു വീക്ഷണകോണ് വേറെയുണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മൊത്തം ബാധിക്കുന്ന വിഷയം. അതിൽ പ്രതികരിക്കുമ്പോൾ കാനേഷുമാരി മുസ്ലിമും വേണ്ടിവരും. മുസ്ലിം പേരുള്ളവരും മുസ്ലിം കാനേഷുമാരിയിൽ അവന് പങ്കുണ്ടെങ്കിൽ അവനൊക്കെ വേണ്ടിവരും. അവരെ മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടത് ചെറുക്കേണ്ടത് ഈ ഭരണഘടനാപരമായ നിർദ്ദേശ പാലനമാണ്. അതാണ് ബുദ്ധിപൂർവ്വം ശംസുൽ ഉലമ ചെയ്തത്. അദ്ദേഹത്തിന് അക്കാര്യത്തിൽ തെറ്റി പറ്റാറില്ല, തെറ്റി പറ്റിയിട്ടില്ല. നല്ല ദിശനാശാലിയായ പണ്ഡിതനാണ്. ആ മഹാനായ മനുഷ്യൻ ആ ചെയ്ത പ്രവർത്തനത്തെ നിശിതമായി വിമർശിച്ചു. കോഴിക്കോട്ട് സംഘടിപ്പിച്ച മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. പേഴ്സണൽ ലോ ബോർഡിന്റെ തലപ്പത്ത് അന്ന് മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബ്. പുതിയ തലമുറ ആളുകൾക്ക് ഒരുപക്ഷെ അറിയില്ല, അബുൽ ഹസൻ അലി നദ്വി സാഹിബ് അന്ന് ഇന്ത്യൻ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് വിളിച്ചുകൂട്ടിയിട്ട് ലോ ബോർഡ് ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിങ്ങളുടെ ശരീഅത്ത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിനെതിരെ ഒരു നീക്കം നടത്താൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം തന്നെ നേരിട്ട് പറഞ്ഞു, കേരളത്തിലാണ് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സംഘടിതർ. ആ സംഘടിതരായ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തലപ്പത്ത് സമത്വയാണ്. സമത്വയുടെ ബഹുമാന്യനായ നായകൻ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ കണ്ട് സംസാരിച്ച് അവരുടെ പിന്തുണ വാങ്ങണം. അതിനൊരു പ്രധാനപ്പെട്ട കാരണവുമുണ്ട്. ഈ ശരീഅത്ത് സംവാദ പ്രശ്നം ഇന്ത്യയിൽ ഉടലെടുത്തപ്പോൾ YB ചന്ദ്രചൂഡിന്റെ ആ വിധിക്കെതിരെ ഒരു സ്വകാര്യ ബില്ല് കൊണ്ടുവന്ന ബഹുമാന്യനായ ഗുലാം മഹമ്മൂദ് ബനാത്വാല സാഹിബ് പാർലമെന്റിൽ മനോഹരമായ ഒരു പ്രസംഗം ചെയ്തു. പാർലമെന്റിലെ നിർഭരവും എന്നാൽ തത്വാധിഷ്ഠിതവും നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നതും ഗവേഷണ പ്രബന്ധം അവതരിപ്പിക്കുന്ന രീതിയിൽ ഒരു സ്വകാര്യ ബിൽ ആ സദസ്സ് കോരിത്തെരിച്ചുപോയി.
ആ മഹാനായ മനുഷ്യന്റെ അവതരണ വൈഭവത്തിന്റെ മുമ്പിൽ പ്രതിപക്ഷം പോലും അന്തിച്ചു നിന്നു. അവർ പോലും പറഞ്ഞു, ബരാത്തുമാരുടെ ബിൽ വളരെ മനോഹരമാണ്. രാജീവ് ഗാന്ധി ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, ബില്ല് നമ്മൾ കൊണ്ടുവരാം, ട്രഷറി ബെഞ്ച് ബില്ല് ഏറ്റെടുക്കാം. അതുകൊണ്ട് ഈ ബില്ല് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ സമുദായത്തിന് ഇതിൽ താല്പര്യമുണ്ടോ? നിങ്ങളുടെ സമൂഹത്തിന്റെ താല്പര്യമാണോ, നിങ്ങളുടെ പാർട്ടി താല്പര്യമാണോ, നിങ്ങളുടെ വൈയക്തിക താല്പര്യമാണോ എന്നറിയണം. അതനുസരിച്ചുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ വികാരം ഇതിനനുകൂലമാണെന്ന് തെളിയിക്കേണ്ട കടമ മുസ്ലിങ്ങൾക്കുണ്ടായി. അപ്പോഴാണ് പേഴ്സണൽ ലോ ബോർഡ് യോഗം ചേർന്നത്. അപ്പോഴാണ് നദ്വി സാഹിബ് ആ മെമ്പറെ ചുമതലപ്പെടുത്തി, നിങ്ങൾ കോഴിക്കോട്ട് പോകണം, ശംസുലമയെ കാണണം, സംസാരിക്കണം, ആ സംഘത്തിന്റെ പിൻബലം വാങ്ങണം. അത് ഇബ്രാഹിം സുലൈമാൻ സേഠ് ഏറ്റെടുത്തു. ഒരു MP എന്ന രീതിയിലല്ല, ഒരു പാർട്ടി നേതാവ് എന്ന രീതിയിലല്ല, ഒരു രാഷ്ട്രീയക്കാരെന്ന രീതിയിലല്ല, മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മെമ്പർ എന്ന നിലയിൽ അദ്ദേഹം അത് ഏറ്റെടുത്തു. നേരിട്ട് അദ്ദേഹം വെള്ളിമാട് കുന്നിൽ വന്നു, ശംസുലമയെ ക്ഷണിച്ചു. ശംസുലമ സമത്വയുടെ പിൻബലം പ്രഖ്യാപിച്ചു. ശംസുലമ പറഞ്ഞാൽ പിന്നെ സമത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. സമത്വക്കാരൊക്കെ കോഴിക്കോട്ടേക്ക് ഒഴുകി വന്നു. ആ യോഗത്തിൽ എല്ലാ വിഭാഗം ആളുകളുമുണ്ട്. അന്തസ്സും അഭിമാനവും സമത്വക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു പ്രസംഗമാണ് അദ്ദേഹം ചെയ്തത്. ഓഡിയോ കേസറ്റ് ആരുടെയെങ്കിലും കയ്യിൽ ഇന്ന് സൂക്ഷിപ്പുണ്ടെങ്കിൽ ആവർത്തിച്ച് കേൾക്ക്, എന്നിട്ട് പറ, ആ മഹാനായ മനുഷ്യന്റെ പ്രസംഗത്തിൽ സുന്നത്ത് ജമാഅത്തിന് നേട്ടമോ കോട്ടമോ? ശംസുലമ പ്രസംഗിച്ചു. ആ മഹാനവർകളെ ഇതിന്റെ സദസ്സിനെ നോക്കിക്കൊണ്ട്, വേദിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇന്ത്യയിൽ നിലനിൽക്കുന്ന ശരീഅത്ത് മദ്ഹബിൽ അധിഷ്ഠിതമായ ശരീഅത്താണ്. ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ടിനെ ഒരു അഡ്വക്കേറ്റിന്റെ, ഒരു അഭിഭാഷകന്റെ വൈഭവത്തോട് അവതരിപ്പിച്ചു. ബ്രിട്ടീഷുകാരുടെ ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട്, അതിന്റെ ഉത്ഭവം, അത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നപ്പോഴുള്ള സാഹചര്യം, മദ്ഹബിന്റെ ഏതൊക്കെ ഗ്രന്ഥങ്ങളിൽ അധിഷ്ഠിതമാണെന്ന കൃത്യമായി വിവരണം. എന്നിട്ട് പറഞ്ഞു, ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ മദ്ഹബിനെ അംഗീകരിക്കാത്തവരുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ മദ്ഹബ് അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും ഉണ്ട്. പക്ഷേ ഇന്ത്യയിലെ ശരീഅത്ത് നിയമം ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ആ മുസ്ലിം പേഴ്സണൽ ലോ അഥവാ ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് മദ്ഹബിൽ അധിഷ്ഠിതമാണ്. അത് മദ്ഹബ് അനുസരിച്ച് വിധി തരാനുള്ളതാണ്. മുസ്ലിങ്ങൾക്കും ഷിയാക്കൾക്കും, സുന്നികൾക്കും ഷിയാക്കൾക്കും രണ്ട് വിഭാഗമേ അതുള്ളൂ, ഷിയ സുന്നി. വേറൊന്നുമില്ല, ഈ സുന്നി വിഭാഗത്തിലാണ് എല്ലാവരും പെടുന്നത്. ഇതൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ട് ശൈഖുന പറഞ്ഞു, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ശരീഅത്താകുന്ന മദ്ഹബ് അധിഷ്ഠിതമായ നിയമം സംരക്ഷിക്കാൻ മദ്ഹബിനെ അംഗീകരിക്കാത്തവരും അംഗീകരിക്കുന്നവരും ഒറ്റക്കെട്ടാണ്, ഞങ്ങൾക്കിതിൽ ഭിന്നിപ്പില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിമിന്റെ ശരീഅത്തിനെ തൊട്ട് കളിക്കാൻ ആരും വരണ്ട. അന്തസ്സുള്ളൊരു പ്രഖ്യാപനമാണ് നടത്തിയത്. അതിലെവിടെയാ സുന്നിക്ക് കോട്ടം? വിദഈ പ്രസ്ഥാനക്കാർ മദ്ഹബിനെ അംഗീകരിക്കുന്നില്ല, അവർ പോലും ഇതിൽ ഒറ്റക്കെട്ടാണ്, ഞങ്ങൾക്കിതിൽ ഭിന്നിപ്പില്ല, അതുകൊണ്ട് നിങ്ങൾ തൊട്ട് കളിക്കണ്ട. ശൈഖുനയുടെ പ്രസംഗം, ആ പ്രസംഗം ശൈഖുന നടത്തി തിരിച്ചുപോയി അദ്ദേഹത്തിന്റെ പ്രസംഗം. എന്നിട്ട് ഓരോ കോലാഹലമുണ്ടാക്കി സലാം പറഞ്ഞു ബിദഅത്തുകാർക്ക്. ശൈഖുന അത്ര യോഗത്തിൽ വന്നാൽ സലാം പറയൽ എങ്ങനെയാ പഠിച്ചില്ലേ? സലാമുൻ അലാ മനിത്തബഅൽ ഹുദാ, അങ്ങനെ പറയുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് പ്രസംഗം തുടങ്ങാറന്നെ. അങ്ങനെ ബഹുമാനപ്പെട്ട ഒരു പ്രസംഗം തുടങ്ങും. ആ പ്രസംഗം കഴിഞ്ഞിട്ട് വെള്ളിമാട് കുന്നിലേക്ക് പോയി. ശേഷം അവിടെ നടന്ന മുത്തലാഖിന്റെ ഒരു പരാമർശം, അത് കോഴിക്കോട് വലിയ ഖാദി സയ്യിദ് ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ ഇടപെട്ട് തിരുത്തുകയും ചെയ്തു. ഇതിന്റെ പേരിൽ കോലാഹലമുണ്ടാക്കി. മുസ്ലിം സമൂഹത്തിന്റെ ഒരു പൊതുപ്രശ്നത്തിൽ ഒന്നിച്ചു നിന്നു എന്ന് പറഞ്ഞ ആളുകൾ ഒന്നിച്ചു നിന്നുകൊണ്ട് മുസ്ലിം സമൂഹത്തെ രക്ഷപ്പെടുത്തി ഈ സമൂഹത്തിന് ശരീഅത്തിന്റെ സംരക്ഷണ ബില്ല് കൊണ്ടുവരാൻ അവസരമൊരുക്കിയ ശൈഖുന വിമർശിച്ചുകൊണ്ട് മുസ്ലിം പൊതുപ്രശ്നത്തിൽ ഒന്നിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് ചെന്നപ്പെട്ട ഈ സംഭവം നമ്മളിവിടെ സംഘടിപ്പിക്കുമ്പോൾ ഈ ജൂബിലി ഹാളിലെ ജനങ്ങൾ കാണണം, ഇന്ന് അദ്ദേഹം എത്തിപ്പെട്ടത് എവിടെയാ? ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിങ്ങളെ കെണിയിൽ കൊടുക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്ന ഈ സമൂഹത്തെ വഞ്ചിക്കാനുള്ള സൂഫി സമ്മേളനത്തിൽ പോയി മുസ്ലിം ഉമ്മത്തിന് ഒറ്റിക്കൊടുക്കുന്ന ഏർപ്പാടല്ല ചെയ്തത്. ആ തമ്മാടിത്തം ചെയ്ത പ്രവർത്തനത്തെ കുറിച്ച് നിങ്ങൾ ഓർത്തു? എന്താ അതിനെക്കുറിച്ച് പറയുക? ഇത് സ്പോൺസർ ചെയ്തത് ഇന്ത്യയിലെ ഫാസിസ്റ്റുകളാ. എന്തിന്? ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഒരു കെണിയിൽ കൊടുക്കുന്നതിന് വേണ്ടി. സത്യത്തിൽ അവിടെ വനിതാ കോൺഫറൻസ് നടന്നപ്പോൾ ചെയ്ത പ്രവർത്തനം എന്താ? വനിതാ കോൺഫറൻസിൽ അവർ പറഞ്ഞത് ഇസ്ലാമിന് കുലബന്ധം പോലും ഇല്ലാത്തല്ലേ, ഈ തലയിൽ തട്ടം പോലും ധരിക്കാത്ത പെണ്ണുങ്ങൾ വന്നിട്ട് സൂഫികൾ. എന്തൊരു സൂഫികളെ നിങ്ങൾ കണ്ടത്? തലയിൽ തട്ടമില്ല. ലോകത്ത് ഈ ജാതി ഒരു സൂഫി സമ്മേളനം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ആ സൂഫി സമ്മേളനത്തിന്റെ പണ്ഡിത സമ്മേളനത്തിന്റെ ഭാഗമായി തലയിൽ തൊപ്പിയില്ലാത്ത, ആ തലയിൽ തലപ്പാവില്ലാത്ത, ശിരോവസ്ത്രമില്ലാത്ത പെണ്ണുങ്ങൾ. എന്നിട്ട് അവർ പറയാം ശിരോവസ്ത്രം ആവശ്യമില്ല, പർദ്ദ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ പുതിയ ഒരു സൂഫിസം കൊണ്ടുവരാൻ. ഈ സൂഫിസമാണോ നിങ്ങൾ അംഗീകരിക്കുന്നത് എന്ന് വ്യക്തമാക്കേണ്ട കടമ അവർക്കുണ്ട്. അപ്പൊ അതേക്കുറിച്ച് മുണ്ടാട്ടമില്ലല്ലോ. സത്യത്തിൽ അവരെ ഇവിടെ സംഘടിപ്പിച്ച ഈ സൂഫി സംഘടനയിൽ തന്നെ കടന്നു വന്നവരൊക്കെ അരമനയിൽ ഈ ദേശസ്നേഹികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട്, രാജ്യസ്നേഹികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഭരിക്കുന്നവർക്ക് ഓശാന പാടുന്ന ആളുകളാണ്. ആ ഭരണകർത്താക്കളെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടുമോ എന്ന് നോക്കാൻ
ചില താടിയും തൊപ്പിയും വെച്ച ആളുകളെ കൊണ്ടുപോകുമ്പോ ആ കൂട്ടത്തിൽ ഭരണകൂടം സ്പോൺസർ ചെയ്തൊരു സൂഫി സമ്മേളനത്തിന് പോകുമ്പോൾ ചിന്തിക്കണം, ആ സൂഫി സമ്മേളനത്തിന് പോയ ആളുകൾ അതിന്റെ മുന്നോടിയായി നടന്ന പ്രവർത്തനത്തെ കൃത്യമായി വിലയിരുത്തണം. അതാണ് നമ്മൾ കാണുന്നത്. അവിടെ ശരിക്കും മുസ്ലിം ഉമ്മത്തിന്റെ ആധികാരികമായ പ്രശ്നത്തിൽ ശൈഖുനെ ശബ്ദിച്ചത് തെറ്റ്. അതേസമയത്ത് ഇവരിപ്പോ സൂഫി സമ്മേളനത്തിൽ പങ്കെടുത്ത ശരി. അത് മാത്രമല്ല, അതിനുശേഷം ആ വിമർശനത്തിന്റെ ശേഷം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ന്യൂനപക്ഷത്തിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നത്തിൽ മുഴുവൻ പ്ലസ് 2 സംബന്ധമായ ഒരു പ്രശ്നം ഇവിടെ വന്നു. അതുപോലെ തന്നെ ന്യൂനപക്ഷത്തിന് അധികാരവും അവകാശവും ലഭ്യമാക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് വന്നു. ഇങ്ങനെ പല പ്രശ്നങ്ങളിലും ഒരുമിച്ച് നിൽക്കാൻ അവരുണ്ടായല്ലോ. പല പ്രശ്നങ്ങളും ഒന്നിച്ചു തന്നെ കൈകാര്യം ചെയ്യാൻ എല്ലാ വിധേയ സംഘടനകളുടെ കൂടെയും ഇവരുണ്ടായല്ലോ. അപ്പോൾ ശൈഖുന അന്ന് കണ്ടിടത്തേക്ക് പിന്നീട് അവർക്ക് ചരിത്രത്തിൽ മടങ്ങേണ്ടി വന്നു എന്നതാണ് ശരി. ശൈഖുന അന്ന് ഉന്നയിച്ച വാദങ്ങൾ ഈ സമൂഹം വളരെ കൃത്യമായി മനസ്സിലാക്കി. അദ്ദേഹം ഇസ്ലാമിന്റെ ബഹുഭാരിത്വത്തെക്കുറിച്ച്, ഇസ്ലാമിന്റെ വിവാഹത്തെക്കുറിച്ച്, ത്വലാഖിനെക്കുറിച്ച്, ജീവനാംശത്തിന്റെ പ്രശ്നത്തെക്കുറിച്ച് അന്നൊക്കെ മനോഹരമായ പ്രസംഗം ചെയ്തു. അന്ന് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. മലയാള മനോരമയുടെ വാചകമേളയിൽ പോലും അദ്ദേഹം പറഞ്ഞൊരു വാക്ക് വന്നിരുന്നു. ഇസ്ലാമിൽ ത്വലാഖിന് അനുവാദമുണ്ട്. പിരിയാൻ ഒരിക്കലും യോജിക്കാത്ത ഒരു ഘട്ടം വരുന്ന സന്ദർഭത്തിൽ പിരിയാൻ കൊടുത്ത അനുവദിച്ചു കൊടുക്കാത്ത പക്ഷം ആ കുടുംബം ദുനിയാവിലെ നരകമായിരിക്കുമെന്ന രീതിയിൽ അദ്ദേഹം ഒരു പ്രസംഗം ചെയ്തത് കോട്ട് ചെയ്തുകൊണ്ട് പത്രത്തിൽ പോലും വന്നിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ സമൂഹത്തിൽ ഏറെ ഗുണകരമായിരുന്നു. ആ രീതിയിൽ ഒരു പ്രശ്നം വരുമ്പോൾ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മളെ നയിക്കാൻ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ശക്തിയായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ. മറക്കാൻ കഴിയില്ല. ഇന്നും ഇപ്പൊ നിങ്ങൾ നോക്ക്, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ എതിർക്കുന്ന രീതിയിൽ ന്യൂനപക്ഷത്തിന്റേതായി ഉയർന്നു വന്ന ആളുകൾ പോലും, ന്യൂനപക്ഷത്തിന്റെ ഒരാൾ ഒരു പദവിയിലെത്തുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമുണ്ടാകും. ഇപ്പൊ കമാൽ പാഷ ചെയ്ത പ്രവർത്തനം നോക്ക് നിങ്ങൾ. കമാൽ പാഷ ചെയ്ത പ്രവർത്തനം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അയാളത് വലിച്ചിട്ട് കൊടുത്തപ്പോഴോ മറ്റൊരു പത്രം, മാതൃഭൂമി ദിനപത്രം, അത് ഏറ്റുപിടിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ പോയി. സത്യത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിച്ചതൊക്കെ എന്തെങ്കിലും ഒരു വ്യക്തമായ ജീവകാരുണ്യ മാനദണ്ഡത്തിന്റെ പേരിലായിരുന്നു. തർക്കമില്ല കാര്യത്തിൽ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ വിവാഹം കഴിച്ചത് റസൂലുള്ളാഹിന്റെ ജീവിതം ഈ സമൂഹത്തിന് പച്ചയായി സമർപ്പണം ചെയ്യാനാണ്. അതിനുവേണ്ടി മാത്രമായിരുന്നു. ഈ സമൂഹത്തിന് 2000-ൽ പരം ഹദീസുകൾ ആ മഹദിയെ കൊണ്ട് കിട്ടി. മാത്രമല്ല, കമാൽ പാഷയാണെങ്കിലും ശരി, മാതൃഭൂമിയാണെങ്കിലും ശരി, അവരെക്കാളേറെ ഈ വിഷയത്തെക്കുറിച്ച് മനോഹരമായി പഠിച്ച ആംഗലേയ ചിന്തകന്മാരും ബുദ്ധിജീവികളും ഒക്കെ സമൂഹത്തോട് പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. അതുകൂടി കൂട്ടി വായിക്കണം. ബോസ്വർത്ത് സ്മിത്ത് എന്ന് പറയുന്ന പ്രഗൽഭനായ ഒരു ചിന്തകൻ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് പഠിച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞൊരു വാചകമുണ്ട് ബോസ്വർത്തിന്റെ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പ്രവാചക വിവാഹങ്ങൾ അങ്ങനെ ശരിക്ക് അവലോകനം ചെയ്തിട്ട് വിവാഹങ്ങളൊക്കെ ശരിക്ക് പഠിച്ചിട്ട് പറഞ്ഞു, ഐ ഷുഡ് ബി റിമെമ്പേർഡ് ദാറ്റ്. അദ്ദേഹം പറയുന്ന വാചകം അദ്ദേഹത്തിന്റെ ഒരു കൺക്ലൂഷനാണ്. മോസ്റ്റ് ഓഫ് മുഹമ്മദ് മാരേജ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുഭൂരിപക്ഷം വിവാഹങ്ങളും മേ ബി എക്സ്പ്ലെയിൻഡ് അറ്റ് ലീസ്റ്റ് ആസ് മച്ച് ബൈ ഹിസ് പിറ്റി ഫോർ ദ ഫോർലോൺ കണ്ടീഷൻ ഓഫ് ദ പേഴ്സൺസ്. ഫോർലോൺ കണ്ടീഷൻ ഓഫ് ദ പേഴ്സൺസ് എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ നിരാലംബരായ ആളുകളുടെ ദയവിന് വേണ്ടിയാണ് നബി തങ്ങൾ വിവാഹം കഴിച്ചത്. ദയവ്, യുദ്ധത്തിൽ മരിച്ച ആളുകളുടെ ഭാര്യമാരെ ഏറ്റെടുക്കുക, യുദ്ധത്തിൽ പിടിക്കപ്പെട്ട നിരാലംബരായ ആളുകളെ ഏറ്റെടുക്കുക. ഈ രീതിയിൽ നബി തങ്ങൾ വിവാഹം കഴിച്ചുള്ളൂ. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുത്തുകളുടെ പുഷ്പിത കാലഘട്ടത്തിൽ 25 വയസ്സിൽ 15 വയസ്സ് കൂടുതലുള്ള 2 ഭർത്താക്കന്മാരെ കൂടെ ജീവിച്ച ഒരു മഹദിയുമൊത്ത് 25 കൊല്ലം ജീവിതം പങ്കിട്ടില്ലേ? അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 50 വയസ്സ് പ്രായം വരെ തന്നെക്കാൾ 15 വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ ഉമ്മയായ തന്നെക്കാൾ മുമ്പ് 2 ഭർത്താക്കന്മാർ ജീവിത പങ്കാളിയാക്കി വെച്ച ഒരു മഹദിയെ വിവാഹം കഴിച്ചു. അങ്ങനെയെങ്കിൽ 50 വയസ്സ് വരെ മറ്റൊരു ഭാര്യയെ തേടാതിരുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞത് കൺസേൺഡ് ആസ് ബൈ അതർ മോട്ടീവ്സ്. മറ്റു മാർഗത്തിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ they were almost all of them widows. നബി വിവാഹം കഴിച്ച ഭാര്യമാർ ബഹുഭൂരിപക്ഷവും വിധവകളായിരുന്നു. who were not remarkable. അവർക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ who were not remarkable either for their beauty or their wealth. either for their beauty or their wealth. ഈ സ്ത്രീകളുടെ സമ്പത്തോ സൗന്ദര്യമോ മാനദണ്ഡമല്ല. നേരെ മറിച്ചോ ബട്ട് quite the reverse. നേരെ മറിച്ച സൗന്ദര്യമില്ല, സമ്പത്തുമില്ല. അങ്ങനത്തെ സ്ത്രീകളാണ് നബി തങ്ങൾ വിവാഹം കഴിച്ചത്. ഇത് എഴുതിയതാരാ? ബോസ്വർത്ത് സ്മിത്ത്. ഈ ബോസ്വർത്ത് സ്മിത്ത് എന്ന ചിന്തകന്റെ ബുദ്ധിയും വിവേകവും പ്രവർത്തന പാരമ്പര്യവും അയാളുടെ എഴുത്തിലുള്ള ആ ആഴത്തിലുള്ള പാണ്ഡിത്യവും ഈ പത്രമാഫീസിലെ ആളുകൾക്ക് ഇല്ലാത്ത ആളുകളാണ് ഇയാളെപ്പോലും മറികടന്നുകൊണ്ട് പരിശുദ്ധ ഹബീബിനെ വിമർശിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കൊടുത്തത്. അതെടുത്തിട്ട് ബോധപൂർവ്വം കൊടുത്തത്. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം,
ഇത് ചിന്തിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടെ പഠിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റിസിന്റെ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി പോലും നമ്മുടെ സമൂഹത്തെ ആ രീതിയിൽ വിമർശിച്ചത് ശരിയായോ? അപ്പൊ നമ്മിൽ നിന്ന് തന്നെയാണ് നമുക്ക് പലപ്പോഴും വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. മുസ്ലിം ഉമ്മത്തിൽ നിന്നാണ് നമുക്ക് വിമർശനങ്ങൾ പലപ്പോഴും വരുന്നത്. ഇപ്പൊ ഈ ശരീഅത്തിന്റെ വിഷയം വന്നപ്പോ താടി, തൊപ്പി മുതലായവയെ എതിർക്കാൻ വേണ്ടി നമ്മുടെ സമൂഹത്തിലെ ചില ആളുകൾ പ്രതികരിച്ചതും അതിന്റെ ഭാഗം തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആധികാരികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിം ഉമ്മത്തിന് എപ്പോഴും അപകടം ചാർത്തിയത് നമുക്കുള്ളിലുള്ള ഭിന്നതകളാണ്. ആ ഭിന്നതകളാണ് പലപ്പോഴും അപകടമാകുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ട്, പണ്ഡിത വേഷവും മഹാന്മാരായ പണ്ഡിതന്മാരുമാണ് ഈ സമൂഹത്തെ മുന്നോട്ട് വഴി നടത്തിയിട്ടുള്ളത്. അതിനെതിരെ ആര് പ്രതികരിച്ചാലും, അതിനെ അവമതിക്കാൻ ആര് വന്നാലും ശരി, ഈ ഉമ്മത്ത് അത് അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ലല്ലോ. അത് ഈ സമൂഹത്തിന്റെ മനസ്സിൽ രൂഢമൂലമായ കാര്യങ്ങളാണ്. ഇസ്ലാമിക ചിഹ്നങ്ങളെ, ഇസ്ലാമിക ശരീഅത്തിനെ ആര് വിമർശിച്ചാലും ഒരിക്കലും ഈ ഉമ്മത്ത് അത് അനുവദിക്കില്ല എന്ന് വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ EMS നമ്പൂതിരിപ്പാടിനെ പോലും അന്ന് ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയവരാ സമൂഹം, ആരിഫ് ഖാൻ ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയവരാ സമൂഹം. അതിനപ്പുറത്തേക്കൊന്നും ഇസ്ലാമിക ശരീഅത്തിനെ വിമർശിക്കാൻ ഒരാൾക്ക് മുന്നോട്ട് വരാൻ കഴിയില്ല. ശരീഅത്തിന്റെ ചിഹ്നങ്ങൾ കുറവായി ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ സ്വകാര്യ ജീവിതം അല്ലെങ്കിൽ അവരുടേതായ തട്ടകം അതവർക്ക് ഉപയോഗപ്പെടുത്താമെന്നല്ലാതെ പൊതുസമൂഹത്തിന് മുമ്പിൽ അക്കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുവാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പോലുള്ള മഹാപണ്ഡിത സഭയുടെ നായകന്മാരുണ്ട്. ആ പണ്ഡിത സഭയാണ് സമൂഹത്തിലേക്ക് ആ വിഷയങ്ങൾ ഇട്ടുകൊടുക്കേണ്ടതും ആ പണ്ഡിത സമൂഹമാണ് സമൂഹത്തിൽ ബോധവൽക്കരിക്കേണ്ടതും. അതുകൊണ്ട് എനിക്കിവിടെ വളരെ വിനയാന്വിതനായി പറയാനുള്ളത്, സമയം പറ്റി കുറഞ്ഞുപോയി, 15 മിനിറ്റ് സമയം കൊണ്ട് അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. അതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങളൊക്കെ അടുത്ത സെഷന് വേണ്ടി തയ്യാറാകുന്നവരാ. ഒറ്റ കാര്യം മാത്രം പറയട്ടെ, ശംസുൽ ഉലമയുടെ ലോകം എന്ന രീതിയിൽ ഇത് വിശാലമായ ഒരു ചർച്ചയ്ക്ക് കളമൊരുക്കിയ കോഴിക്കോട് ജില്ലാ SKSന്റെ പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുന്നു. ആ മഹാനായ ശംസുൽ ഉലമയുടെ ലോകത്തിനകത്ത് നിന്നുകൊണ്ട് ശരീഅത്തിനെ കാണുവാനും ശരീഅത്തിന്റെ വിമർശനത്തെ ഒന്നിച്ചത് നേരിടുവാനും നമ്മുടെ നേതാക്കൾ ശ്രമിച്ചപ്പോൾ അതിനെതിരെ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുകയും സമത്വയുടെ കളത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്ത ആളുകൾ ആരാണെങ്കിലും ശരി, അവർ ശംസുൽ ഉലമയുടെ ലോകത്ത് നിന്ന് അന്നേ പുറത്താണ്. ശംസുൽ ഉലമയുടെ ലോകത്ത് നിന്ന് പുറത്തായവരുമായി നമുക്കൊരിക്കലും സന്ധിയാകാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ആ ശംസുൽ ഉലമയുടെ ലോകത്തേക്ക് അവർ വരുന്നുവെങ്കിൽ അവർക്കത് ഗുണകരമായിരിക്കുകയും മുസ്ലിം ഉമ്മത്തിന് നേട്ടമായിരിക്കുകയും ചെയ്യുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ലളിതമായ വാക്കുകൾ വിരാമം കൊടുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.